പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. ഇന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നോഹ് അലൈഹിസ്സലാമിന്റെ പ്രബോധന കാലമായ 950 വർഷത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ച്, അതിന്റെ ആന്തരികമായ, അതിന്റെ വൈജ്ഞാനികമായ ഒരു തലം പരിശോധിക്കാനാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാനുള്ള എൻ്റെ പ്രേരണ, ഈ അടുത്ത് ഞങ്ങൾ 3-4 പേര് ഒരുമിച്ചിരുന്നപ്പോ അതിൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സഹോദരൻ മാഷെ, ഈ നോഹിന്റെ 950 വർഷം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി. അതിനെക്കുറിച്ചും അതല്ലാത്ത വേറെ കുറെ കാര്യങ്ങളും ഞങ്ങള് ചർച്ച ചെയ്തു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തി. അപ്പൊ ഞാൻ ഇന്നിപ്പോ ആ ക്ലാസ് എടുക്കാമെന്ന് തീരുമാനിച്ചു. അതാണ് ഈ ക്ലാസ് എടുക്കാനുള്ള, ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള ഇന്നത്തെ എൻ്റെ പ്രേരണ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മളൊക്കെ കുട്ടിക്കാലം മുതലേ കേട്ട് പഠിച്ചതാണ് നൂഹ് അലൈഹിസ്സലാം 950 വർഷം ജനങ്ങളെ പ്രബോധനം ചെയ്തു, എന്നിട്ടും ആ ജനങ്ങൾ കേട്ടില്ല. അന്നത്തെ കാലത്തൊക്കെ നമ്മുടെ മഹാന്മാരായ ഗുരുനാഥന്മാരോട് നമ്മൾ അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവര് പറഞ്ഞിരുന്നത്, ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ആയുർദൈർഘ്യം അത്രമാത്രം കൂടിയ ആയുർദൈർഘ്യമായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ 1000-ഉം 1500-ഉം ഒക്കെ വർഷം അന്ന് കാലഘട്ടത്തിലെ ജനങ്ങളുടെ ആയുർദൈർഘ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് 950 കൊല്ലം ജനങ്ങളെ അദ്ദേഹം പ്രബോധനം ചെയ്തു എന്ന് പറയുന്നത് വലിയ അത്ഭുതമൊന്നുമില്ല എന്നുള്ളതായിരുന്നു അന്ന് നമ്മൾ പഠിച്ചിരുന്നതും നമ്മെ പഠിപ്പിക്കപ്പെട്ടിരുന്നതും. പിന്നീട് നമ്മൾ ഇതിന്റെ വൈജ്ഞാനികമായ തലങ്ങളിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് ഖുർആനിനെ വളരെ സൂക്ഷ്മമായി പഠിക്കാൻ, ഞാൻ പറഞ്ഞല്ലോ, വളരെ സൂക്ഷ്മമായി ആഴത്തിൽ ഖുർആനിനെ മനസ്സിലാക്കാനും പഠിക്കാനും താല്പര്യമുള്ള ആളുകളോടാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാത്ത ആളുകൾ എൻ്റെ വിഷയമേ അല്ല. അവർക്ക് എളുപ്പം മനസ്സിലാകുക, ലബിസ ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ 50 ആം എന്ന് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റിയത് എന്താണ്? 1000 വർഷം ഇല്ല 50 ആമൻ, അതിൽ 50 കമ്മി, 50 വർഷം ഒഴികെ 1000 വർഷം എന്ന്, അതായത് 950 വർഷം പ്രബോധനം ചെയ്തു എന്ന് മനസ്സിലാക്കലാണ് അവരെ സംബന്ധിച്ചുള്ളത്. വളരെ സൂക്ഷ്മമായി ഓരോ വാചകങ്ങളും, ഓരോ പദങ്ങളും, ഓരോ പ്രയോഗങ്ങളും ഖുർആനിലെ സൂക്ഷ്മമായി പഠിക്കാനും മനസ്സിലാക്കാനും താല്പര്യമുള്ള ആളുകൾക്ക് കേൾക്കാം, ശരിയാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ സ്വീകരിക്കാം. അതാണ് എൻ്റെ നയം. അല്ലാത്ത ആളുകൾക്ക് ഞാൻ പറഞ്ഞില്ല, അതാണ് ഏറ്റവും നല്ല എളുപ്പം. അതിൽ വലിയ കാര്യമായിട്ട് ചിന്തിക്കാനൊന്നുമില്ല. 950 വർഷം പ്രബോധനം ചെയ്തു എന്ന് മനസ്സിലാക്കി അതിൽ കാര്യമായിട്ട് ചിന്തിക്കാനൊന്നുമില്ല. അപ്പൊ ഇന്ന് തന്നെ ഞാൻ എൻ്റെ ഒരു സഹോദരനോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഓരോ ഖുർആനിലെ ഓരോ സൂക്ഷ്മമായ പ്രയോഗങ്ങളും നമ്മൾ പഠിക്കുമ്പോഴേ അതിലെ വ്യത്യാസങ്ങൾ അറിയുള്ളൂ. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നി ഖാലിഖു ബശറൻ ഇന്നാ ഖലഖനൽ ഇൻസാന എന്ന് പറയുന്നത്. അപ്പൊ ഇൻസാനിനെ ഖൽക്ക് ചെയ്യാന്ന് പറയുന്നത് അവിടെ നാമാണ്. ഇന്നാ ഖലഖന, ഇന്ന എന്നും ഖലഖന എന്നും. നേരെ മറിച്ച് ബഷറിനെ ആവുമ്പോ ഇന്നി ഖാലിഖു ബഷറൻ. ഇങ്ങനെയാണ് ഖുർആനിലെ പ്രയോഗം. വലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അപ്പൊ ഇൻസാനിനെ ഖൽക്ക് ചെയ്യുമ്പോ അവിടെ ഇന്ന എന്നും ഖലഖന എന്നും പറയുമ്പോ ബഷറിനെ ആവുമ്പോ ഇന്നി ഖാലിഖു ബഷറൻ എന്ന് പറയുന്നത്. ഇതൊക്കെ വളരെ അതെന്റെ ഒരുപാട് വിശദമായി ഞാൻ സംസാരിക്കേണ്ടായി. ഞാനൊരു സൂചന ഇപ്പൊ നിങ്ങൾക്ക് നൽകി. നിങ്ങളെ സൂക്ഷ്മമായി പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാനും നമുക്കൊരു താല്പര്യമാണ്. അതാണ് ഞാനിപ്പോ ആമുഖമായിട്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഖുർആനിനെ, ഈ മുസ്ഹഫിനെ വളരെ സൂക്ഷ്മമായി ഓരോ പ്രയോഗങ്ങളും ഓരോ അക്ഷരങ്ങളുടെ മാറ്റവും സൂക്ഷ്മമായി വിലയിരുത്താനും പഠിക്കാനും താല്പര്യമുള്ള ആളുകൾക്ക് മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ ഇനി ഇതിന്റെ വൈജ്ഞാനികമായ തലത്തിലേക്ക് പ്രവേശിക്കും. ഞാൻ പറഞ്ഞല്ലോ, ലബിസ ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ 50 ആമൻ. അവിടെ തന്നെ പ്രയോഗത്തിലെ വ്യത്യാസങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം.
ലബിസ ഫീഹിം അൽഫ സനത്തൻ എന്ന് പറഞ്ഞു. ഇല്ലാ ഹംസീന സനത്തൻ എന്നല്ല, ഇല്ലാ ഹംസീന ആമെന്നാക്കി മാറ്റി. അപ്പൊ ഈ വ്യത്യാസം ഇങ്ങനെ ചില്ലറ ചെറിയ വ്യത്യാസങ്ങൾ വരെ എന്തിനു മാറ്റി പറഞ്ഞു എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഈ അൽഫസനത്ത് എന്നുള്ളത് സൂറത്ത് ബഖറയില് 96 3 സ്ഥലത്ത് ആണ് വന്നിട്ടുള്ളതെന്നാണ് എൻ്റെ ഓർമ്മ. ഇനി 3ഓ 4ഓ ഉണ്ടോന്ന് എനിക്കറിയാം. തഅറുജുൽ മലായികത്തു വറൂഹു ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സനത്തൻ മിമ്മാ തഅദ്ദൂൻ എന്നുള്ളത്. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർളി സുമ്മ യഅറുജു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു അവിടെ 50 അല്ല, അവിടെ അൽഫ സനത്തിൻ എന്നുള്ളത്. അപ്പൊ അൽഫസനത്ത് എന്നുള്ളത് ഒരു കാലഘട്ടം, ഒരു ന്യൂമറിക്കൽ ഒരു നമ്പർ എന്നുള്ള തലത്തിലല്ല, ഒരു ആശയത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അതായത് 50 അൽഫസനത്താവുമ്പോഴാണ് തഅറുജുൽ മലായികത്തു വറൂഹ്. അതിൽ 50നെ മാറ്റി നിർത്താതെ നമ്മുടെ തഅറുജുൽ മലായികത്തു വറൂഹ്, മലക്കും റൂഹും കയറിപ്പോകുന്നത്. അതൊക്കെ വളരെ വിശദമായി വിശദീകരിക്കേണ്ടതാണെന്ന് ഞാൻ സൂചനകൾ, ഒരു ആമുഖം എന്നുള്ള നിലക്ക് ഒരു സൂചന മാത്രമേ ഒന്ന് നൽകുന്നുള്ളൂ. അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരാം. അൽഫസനത്ത് എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, മനുഷ്യന്റെ ഷിർക്കിൽ നിന്നും ജഹലിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുന്നതിന്റെ ആദ്യ വടിയാണ് ഈ അൽഫസനത്ത് എന്നുള്ളത്. 1000 വർഷം എന്നുള്ളതല്ല, അള്ളാഹുവിന്റെ സുന്നത്തനുസരിച്ചുള്ള മനുഷ്യരുടെ ഹൃദയങ്ങളെ കോർത്തിണക്കലാണ് അത് നടക്കുന്നത്. അവിടെ തൗലീഫുൽ ഖുലൂബാണ് അവിടെ നടക്കുന്നത്. സുന്നത്തില്ലാഹി, അതാണ് അൽഫസനത്ത് എന്ന് പറയുന്നത്. അത് ബിദായത്താണ്, അതാണ് തുടക്കം. അവിടെ നിന്നാണ് ബിദായത്ത്, തുടക്കം നോഹിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. പ്രത്യേകം മനസ്സിലാക്കുക. പക്ഷെ അതിന്റെ 50 കൂടി കൂടുമ്പോഴാണ് അത് പൂർത്തിയാകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാകുക. അപ്പോഴാണ് അത് താഴ്മീം ആകെ മൊത്തം പൂർണ്ണമാവുകയുള്ളൂ. അത് മറ്റത് അതിൽ നിന്നുള്ള ഒരു ഹാസ് മാത്രമേ തുടങ്ങുന്നുള്ളൂ. പ്രത്യേകം ഒരു പാർട്ട് മാത്രമേ അവിടെ തുടങ്ങുന്നുള്ളൂ. നോഹ്, അതാണ് നോഹിന്റെ ബിദായത്ത്. അവിടുന്ന് അത് നമ്മുടെ ഉള്ളിലെ മലക്ക് എന്നുള്ളത് എന്താ അതെന്ന് ആദ്യം മനസ്സിലാക്കണം. മലക്ക് എന്ന് പറയുന്നത് നമ്മുടെ നാഖിലു അൽ ഉലൂമ്, മലക്കാത്തുൽ അഖിലാണ്, നമ്മുടെ ബുദ്ധിയുടെ കഴിവാണ് മലക്ക് എന്ന് പറയുന്നത്. ഈ മലക്കാത്തുൽ അഖിലും, അതായത് മനുഷ്യ ബുദ്ധിയും, പിന്നെ നമ്മുടെ ആത്മീയമായ തലവും റൂഹിയായ തലവും ആത്മീയതയുടെ ഉയരങ്ങളിലേക്ക് കയറിപ്പോവുകയാണ് ചെയ്യുന്നത്. അതാണ് മെഹറാജ് എന്ന് പറയുന്നത്. അല്ലാതെ മാത്തിയായി ഇപ്പൊ എന്റെയൊക്കെ ഭാവനയിൽ ഈ ആയത്ത്, കോളേജിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ ഭാവനയിൽ ഈ ആയത്ത് ഇങ്ങനെ പഠിക്കുമ്പോൾ വരിയായി മലക്കും അവരുടെ കയ്യിൽ റൂഹും, പിന്നെ അന്ന് പറഞ്ഞിരുന്ന റൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീലും ആണ് എന്നുള്ളത്. മലക്കുകളും ജിബ്രീലും ഇങ്ങനെ കയറി പോവുകയാണ് എന്നുള്ളതാണ്. അങ്ങനെ അവരിങ്ങനെ കയറി പോകുന്ന, അവരിങ്ങനെ വാനലോകത്തേക്ക് ഇങ്ങനെ കയറി പോകുന്നതാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നത്. ഒന്നാമത് റൂഹ് എന്നുള്ളതിന് അജ്സാകളില്ല, അതിന് ഭാഗങ്ങളില്ല, ഒറ്റൊന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഖുർആനിൽ അർവാഹ് എന്നുള്ള വാക്കന്നെ ഉപയോഗിക്കാത്തത്. റൂഹിന്റെ ബഹുവചനമായ അർവാഹ് ഉപയോഗിച്ചിട്ടില്ല. നെഫ്സിന്റെ നുഫൂസും അൻഫുസൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് വേറൊരു വിഷയം ഒരു സഹോദരൻ പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പറയുമ്പോൾ വിശദമായിട്ട് അത് പറയാം. അപ്പൊ ഞാൻ പറയുന്നത്, തഅറുജു എന്ന് പറയുന്നത് നമ്മുടെ മിഅ്റാജാണ്. ആത്മീയമായി നമ്മുടെ റൂഹും അഖിലും കയറിപ്പോവുകയാണ്. അതാണ് അഖിലിയായ തലവും റൂഹിയായ തലവും ഉയരങ്ങളിലേക്ക് പോവുകയാണത്. അത് എങ്ങനെയാണ്? 50 അൽഫസനത്താണ്. 50യും അൽഫസനത്തും കൂടുമ്പോഴാണ്, ആ 2 തലവും കൂടി ആവുമ്പോഴാണ് അത് കയറി പോകുന്നത്. അതാണ് ആ തലത്തിൽ എത്തുമ്പോഴാണ് അത് കയറി പോകുന്നത്. ഈ 50 ഒന്ന് വിശദീകരിക്കാം. അൽഫസനത്ത് ഞാൻ പറഞ്ഞു, ഷിർക്കിന്റെയും ജഹലിന്റെയും തലത്തിൽ നിന്ന് മനുഷ്യനെ
അള്ളാഹുവിന്റെ സുന്നത്തനുസരിച്ച് തൈലീഫ് നടത്തി. അതാണ് മുഅല്ലഫത്തു ഖുലൂബുഹും ഫഅല്ലഫ ബൈന ഖുലൂബിക്കും എന്നൊക്കെ പറയുന്നത്. അതാണ് അൽഫ് എന്ന് പറയുന്നതാണ്. വഹും ഉലൂഫുൻ, ആയിരക്കണക്കിന് എന്നല്ല, ആ ജനങ്ങളുടെ തൈലീഫാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഖുർആൻ പറഞ്ഞല്ലോ അലം തറ ഇലല്ലദീന ഖറജു എന്ന് പറഞ്ഞിട്ട് വഹും ഉലൂഫുൻ എന്ന് പറയുന്നത് അവർ ആയിരങ്ങളായിരുന്നു എന്നല്ല, അവര് തൈലീഫിലായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് ഖുർആനിൽ അൽഫ് എന്നൊക്കെ തൈലീഫാണ്. തൈലീഫ് അല്ലഫ ബൈന കുലൂബിക്കുന്നതാണ്. സദക്ക കൊടുക്കാൻ പറഞ്ഞ 8 വിഭാഗത്തിൽ വൽ മുഅല്ലഫത്തു ഖുലൂബുഹും എന്ന് പറഞ്ഞല്ലോ, അതാണ് തൈലീഫ്. അത് ഷിർക്കിൽ അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു മനുഷ്യന്റെ ബോധമണ്ഡലത്തിന്റെ പ്രാഥമിക തലമാണത്. ഷിർക്കിൽ നിന്നും ജഹലിൽ നിന്നുള്ള മോചനം. പക്ഷെ പൂർണ്ണമായിട്ടും അവന്റെ അഖിലിയായ തലവും റൂഹിയായ തലവും മിറാജ് നടത്തണമെങ്കിൽ, ആത്മീയമായ ഉയരങ്ങളിലേക്ക് കയറിപ്പോകണമെങ്കിൽ ഹംസീന കൂടി ചേരേണ്ടതുണ്ട്. ഹംസീന കൂടി അതിൽ വരേണ്ടതുണ്ട്. ഈ ഹംസീന എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഹദീസിലുണ്ടല്ലോ, കമാലു നുബൂവത്തിന്റെ പൂർണ്ണത ഹംസൂന 50 ഇല്ലാ വാഹിദൻ, അതിൽ നിന്ന് ഒന്നൊഴികെ എന്ന് പറയുമ്പോൾ 49. അഖില് എന്നുള്ളതും ബുദ്ധി എന്നുള്ളതും, അഖില് എന്നുള്ള വാക്ക് അഖില്, അതിന്റെ മറ്റ് അഖല ഏഖിലു ഇങ്ങനെ അതിന്റെ വ്യത്യസ്ത രൂപങ്ങളും ഒക്കെ ഖുർആനിൽ ഉപയോഗിച്ചത് 49 സ്ഥലങ്ങളിലാണ്. 49 സ്ഥലങ്ങളിലാണ് ഖുർആനിൽ ഉപയോഗിച്ചത്. അപ്പൊ നുബുവത്തിന്റെ കമാല് 49. ഹംസൂന ഇല്ല ആമൻ എന്നൊരു ഹദീസിലുണ്ട്. കമാലു നുബുവത്തിന്റെ പൂർത്തീകരണം ഹംസൂന 50 ഇല്ല ആമൻ, അല്ല ഇല്ല വാഹിദൻ, ഇല്ല ആമൻ അല്ല ഇല്ല വാഹിദൻ, ഒന്നൊഴികെ എന്ന് പറയുമ്പോൾ 49. അതാണ് പ്രത്യേകമായിട്ട് ആഴത്തിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്. മറ്റത് ഇത്രയൊന്നും ചിന്തിക്കേണ്ട. 950 കൊല്ലം നൂഹ് പ്രബോധനം ചെയ്തു എന്ന് മാത്രം മനസ്സിലാക്കിയ പിന്നെ പ്രശ്നമൊന്നുമില്ല. അപ്പോ നമ്മള് അൽഫസനത്തെ, അത് നൂഹിന്റെ പ്രബോധന കാലം തുടക്കമാണ്, ബിദായത്താണ്. ഞാൻ പറഞ്ഞു ഷിർക്കിൽ നിന്നും ജഹലിൽ നിന്നുള്ള മോചനം. മനുഷ്യന്റെ ബോധമണ്ഡലം, അവന്റെ ബുദ്ധിയും ബോധമണ്ഡലവും ഉയരങ്ങളിലേക്ക്, അതാണ് തനസൽ തഅറുജുൽ മലായികത്തു വറൂഹു ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സനത്ത് എന്ന് പറയുന്ന യൗമ് എന്നുള്ളതും അപ്പൊ അവിടെ നിന്ന് വിശദീകരിക്കേണ്ടത്. യൗമ് എന്നുള്ളത് ഡേ നമ്മൾ പറയുന്ന ശനി ഞായർ തിങ്കൾ എന്നുള്ള ആ അർത്ഥത്തിനല്ല. അത് നമ്മൾ പറഞ്ഞൊരു ക്ലാസ് നമ്മുടെ ഈ ചാനലിൽ അത് കേൾക്കുക. യൗമ് എന്നുള്ളത് ഖുർആനിൽ ഉപയോഗിച്ചതൊക്കെ വിജ്ഞാനത്തിന്റെ ഒരു മെഹവർ, ഒരു മേഖലയെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ടാണ് അല്ലദീന ലാ യർജൂന അയ്യാമില്ല, നിഷേധികളായ ആളുകൾ അള്ളാഹുവിന്റെ യൗമിനെ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത്. ദൈവികമായ ജ്ഞാന മേഖലകളെ അവർ ഉദ്ദേശിക്കുന്നില്ല, അല്ലെ തേടി വരുന്നില്ല എന്നാണ്. ഫദക്കിർ ബി അയ്യാമില്ല, ദൈവത്തിന്റെ ദിവസങ്ങൾ, ദിനങ്ങൾ കൊണ്ട് അവരെ മുന്നറിയിപ്പ് നൽകുക എന്ന് പറയുന്നത് ദൈവികമായ ജ്ഞാനത്തിന്റെ മേഖലകൾ കൊണ്ടാണ്. അതാണ് യൗമ് അയ്യാം. അയാം എന്ന് പറയുന്നത്, അയാം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അയാം ഞാൻ ആരാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നത്, ഞാൻ എന്നുള്ളത് എന്താണ്, നമ്മുടെ ഐഡന്റിറ്റിയാണ്. അത് അയാം എന്ന് പറയും. നമ്മളെ കുറിച്ചുള്ള എല്ലാ അറിവുകളും കൂടുമ്പോഴാണ് അയാമാണ്. അയ്യാം അത് വേറെ വിഷയമാണ്, അത് പിന്നെ സംസാരിക്കാം. അത് ഭാഷാപരമായ ഒരു വിശദീകരണത്തിന്റെ തലത്തിലേക്ക് പോണതാണ്. അതാണ്. അപ്പൊ യൗമ് എന്നുള്ളത് ഒരു ശനി ഞായർ തിങ്കൾ എന്ന് പറയുന്ന ആ ദിവസത്തെ കുറിച്ചല്ല ഖുർആനിൽ പറയുന്ന യൗമ് എന്ന് പറയുന്നത് വിജ്ഞാനത്തിന്റെ മേഖലകളാണ്. യാതൊരു സംശയമല്ല. നിങ്ങൾ എവിടുത്തെ യൗമ് എടുത്തോളൂ, യൗമുൽ ഖിയാമ എടുത്താലും, യൗമുൽ ബഅത്ത് എടുത്താലും, യൗമുൽ തഗാബുൻ എടുത്താലും, യൗമുൽ ജുമുഅ എടുത്താലും എല്ലാം അത് തന്നെയാണ്. യൗമുൽ ജുമുഅ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച എന്നല്ല. ഒന്നാമത് ജുമുഅക്ക് വെള്ളി അർത്ഥം തന്നെയല്ല. അപ്പൊ ഇത് ഒക്കെ നമ്മൾ ഓരോന്നും പരിശോധിക്കുമ്പോഴാണ് ഇത് വ്യക്തം. അപ്പൊ ഖുർആനിൽ യൗമ് എന്ന് ഉപയോഗിച്ച സ്ഥലങ്ങളിലൊക്കെ വിജ്ഞാനത്തിന്റെ മേഖലകളാണ് അവർ. അപ്പൊ ഒരു ജ്ഞാന മേഖലയിൽ എത്തുമ്പോൾ നിങ്ങൾ തഅറുജുൽ മലായികത്തു വറൂഹു, അത് ഏതാണ്?
ഫി യൗമിൻ കാന മിഖ്ദാറുഹു, അത് തഖ്ദീർ, അത് അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ച്, കണക്കനുസരിച്ചിട്ട് എങ്ങനെയാണ് 50 അൽഫ സനത്തിൽ എത്തണം. അപ്പോഴാണ് തഅറുജുൽ മലായികത്തു വറൂഹ്. ഈ 50 വരണം എന്നാണ്. ഈ 50 ഞാൻ പറഞ്ഞു 49 സ്ഥലത്ത് അഖിലിനും പിന്നെ ഒന്ന് റൂഹ് എന്നുള്ള തലവും, ഈ 2 തലവും കൂടി പോകുമ്പോഴാണ് 50 ആകുന്നത്. അതായത് നൂനിന്റെ വില 50. അതാണ് നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. അവിടെ എത്തുമ്പോഴാണ് നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ എന്ന് പറയുന്നത്. അവിടെ എത്തുമ്പോഴാണ് എഴുത്ത് തുടങ്ങുന്നത്. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. മാനവികതയുടെ, മനുഷ്യത്വത്തിന്റെ നൂന്, ഇൻസാനിയത്തിന്റെ നൂനിലേക്ക് അവൻ എത്തണം. അവിടെയാണ് അവന് ഉയരങ്ങൾ. അവിടെ എത്തുമ്പോഴാണ്, അതാണ് ഫിയോമിൻ കാന മിഖ്ദാറു 50 അൽഫ സനത്തിൻ മിമ്മാ തഅദ്ദു എന്ന് പറയുന്നത്. നിങ്ങൾ തയ്യാറായി വരികയാണെങ്കിൽ, നിങ്ങൾ ഒരുങ്ങി വരികയാണെങ്കിൽ, നിങ്ങൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ എന്നല്ല. അതിപ്പോ ഞാൻ അർത്ഥം മാത്രം പറഞ്ഞു പോവുകയാണ്. അതിന്റെ ഖുർആനിൽ ഉപയോഗിച്ച വ്യത്യസ്ത തലങ്ങളുടെ വിശദീകരണത്തിലേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല. പോയ ഒരുപാട് ഇനിയും അത് വിശദീകരിക്കേണ്ടി വരും. അപ്പോ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പൊ നോഹിന്റെ 950 വർഷം എന്നുള്ളത് എന്താണ്? മനുഷ്യന്റെ അഖിലിയായ, അതാണ് തഅറുജുൽ മലായികത്ത്. മലായികത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നാഖിലു അൽ ഉലൂമാണ്. നമ്മുടെ അറിവുകളെ നമുക്ക് എത്തിച്ചു തരുന്ന മലക്കാത്തുൽ അഖിലാണ്. മനുഷ്യ ബുദ്ധിയുടെ കഴിവുകളാണത്. അതാണ് അഖിലിയായ മനുഷ്യന്റെ തലവും റൂഹിയായ തലവും അവന് മിഅ്റാജ് തഅറുജു. അത് മാദ്യായ പദാർത്ഥ തലത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ ഭാവനയിൽ ആയത്തൊക്കെ കേൾക്കുമ്പോൾ ഓർമ്മയിൽ വന്നിരുന്നത് മലക്കുകളും റൂഹ് എന്ന് പറയുന്നത് ജിബ്രീലും ഇങ്ങനെ കയറിപ്പോകുന്ന ഒരു ധാരണയൊന്നും അതല്ല. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയമായ തലം ഉയരങ്ങളിലേക്ക് പോകുന്ന ആ അവസ്ഥയാണ്. നമ്മുടെ ബുദ്ധിപരമായ തലം, നമ്മുടെ റൂഹിയായ തലവും, ഈ 2 തലവും ഉയരങ്ങളിലേക്ക് കയറി പോകുന്നതാണ്. എന്നോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ആരാണ് ശരിക്ക് മിഅ്റാജ് പോണത് മാഷെ? ഞാൻ പറഞ്ഞു, ശരിക്ക് മിഅ്റാജ് പോണത് ഇദ്രീസാണ്. ശരിക്കും മിഅ്റാജ് അത് വേറെ വിശദീകരണമാണ്. അത് ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾ ഇനി അതിന്റെ വിശദീകരണം ചോദിക്കും. ദർസ്, ശരിക്ക് തദ്രീസ് നടത്തുന്ന, വിജ്ഞാനങ്ങൾ, അറിവുകളെ മനനം ചെയ്തുകൊണ്ടിരിക്കുന്ന, അതാണല്ലോ ഇദ്രീസ്, ദർസ്. ശരിക്കും പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഉയരങ്ങളിലേക്ക് പോകുന്നത്. അതിന്റെ സൂറത്ത്, അതിന്റെ രൂപമാണ് സത്യത്തില് ഈസ. അവരൊക്കെ ഉൾക്കൊണ്ട മളുമൂനാണ് സത്യത്തിൽ യഹിയ. ആ മിഅ്റാജുമായി നിലനിൽക്കുന്ന ആളാണ് മുഹമ്മദ്. അത് ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിക്കുകയുണ്ടായി. പൂർവ്വ മിഅ്റാജിൽ നിന്ന് മടങ്ങി വന്ന ആളാണ് ഇല്യാസ്. അതൊക്കെ ഒരുപാട് സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. നിങ്ങള് ഇപ്പൊ 1-2 വർഷമായിട്ടല്ലേ ഉള്ളൂ ഈ ചാനലിൽ എന്നെ ഫോളോ ചെയ്യുന്നത്. അത് യൂട്യൂബ്, വാട്സാപ്പിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇത് കുറെ പ്രാവശ്യം ഞാൻ വിശദീകരിച്ച് കൊടുത്തതാണ്. 2 വർഷം കൊണ്ട്, ഏകദേശം 2 വർഷമായിട്ടുള്ളൂ യൂട്യൂബിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾ. ഒരു 2-3 വർഷം കൂടി നിങ്ങൾ എന്നെ ഫോളോ ചെയ്യും. സ്വീകരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, കേൾക്കും. എന്നിട്ട് സത്യമാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കള. നമ്മൾ എന്തോരം വിജ്ഞാനങ്ങൾ എന്തൊക്കെയോ നമ്മൾ പിന്നെ കേൾക്കുന്നുണ്ട്. ആ കൂട്ടത്തിലൊന്ന് കേൾക്കും നിങ്ങൾ. ഒരു 3-4 വർഷം കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെടും എന്താണ് എന്നുള്ളത്. എന്നിട്ടും ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് തള്ളിക്കളയാലോ. ഒരു സംഘടനാ മാറ്റത്തിനോ വേറെ വല്ലതോ ഒന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല. ജസ്റ്റ് ഒന്ന് കേൾക്കുക, അത്രമാത്രം. അപ്പോ നൂഹിന്റെ 950 എന്നുള്ളത് നൂഹ് ബിദായത്താണ്. അതിന്റെ നിഹായത്ത് ഈസയാണ്. ഈസയിലാണ് റൂഹും മലായിക്കത്തും തമ്മിൽ, മലക്കും ഒരാളുടെ മലക്കാത്തും ഒരാളുടെ റൂഹും കയറിപ്പോടുന്നത്. പിന്നെ ഈസയാണ് വയ്യദിനാഹു ബിറൂഹിൽ ഖുദ്സ് എന്ന് പറയുന്നത്. റൂഹുൽ ഖുദ്സ് കൊണ്ട് ശക്തിപ്പെടുത്തപ്പെട്ട ആള് ഈസയാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ റൂഹിയായ തലവും അഖിലിയായ തലവും, അതാണ് മലായിക്കത്ത്, മലക്കാത്തുൽ അഖിൽ.
അവന്റെ മലക്കാത്തുൽ അഖലാണ് അവന്റെ മലായിക്കത്തുകൾ. വേറെ ഏതോ വാനലോകത്ത് ജീവിക്കുന്ന ഒരു പറ്റം ജീവികളാണ് മലക്കുകൾ എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അങ്ങനെ വിശ്വസിക്കുക. അതൊന്നും നമ്മുടെ കൺസേൺ അല്ല, അതൊന്നും നമ്മുടെ വിഷയമല്ല. അത് അവരെ എതിർക്കാനോ അവര് വിശ്വസിക്കുന്നത് തെറ്റാണോ എന്നൊന്നും പറയാൻ നമ്മളാളല്ല. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഞാൻ മനസ്സിലാക്കിയത് മലക്കാത്തുൽ അഖലാണ്, മനുഷ്യന്റെ അഖലിയായ മലക്കത്തുകളാണ്, കഴിവാണ്. ആ മലക്കാത്താണ് അവന് വിജ്ഞാനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്, അറിവുകൾ നമുക്ക് എത്തിച്ചു തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ മലക്ക് ഇപ്പോഴും പണിയെടുക്കുന്നുണ്ട്. അതാണ് അതിനെക്കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ നിർത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി കുറെ കാര്യങ്ങൾ ആഴത്തിൽ വരാനുണ്ട്. അതായത് ഒരാൾ 1000 വർഷം ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, തഹറുജുൽ മലായികത്തു, ആ വിഷയം ഞാൻ വിശദീകരിച്ചത് അതിന്റെ 2ാമത്തെ തലം. അതിന്റെ 3ാമത്തെ തലം യുദബ്ബിറുൽ അംറ മിനസ്സമായി ഇലൽ അർളി സുമ്മ യഅറുജു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു അൽഫ സനത്തിൻ. അവിടെ എന്താണ് 50 വിടാനുള്ള കാരണം? ഇതൊക്കെ സവിസ്തരം വിശദീകരിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നമ്മൾ വരും. സലാം.